മരുന്ന് കൊടുക്കുന്നത് കുട്ടിക്കല്ല, മാതാവിനാണ്. കാരണം എന്താ? ഇതിന്റെ രോഗകാരണക്കാരൻ ഉമ്മയായതുകൊണ്ട്. അതുകൊണ്ട് ശരിയായ ഉച്ചാരണത്തിൽ കൂടി പറയണം. പണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നൊരു ഉദാഹരണം. പിന്നെ ഒരു അറബി മാഷുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ഷഹീദ് പൂനൂർ. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് പറയണം, എനിക്കൊരു PM അടിക്കണം. ഏതായാലും ഞാനിങ്ങനെ എന്നും നിൽക്കാറില്ല, ഇങ്ങനെ മൈക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. ഇനി അടുത്ത കാര്യം പറയാം. ഒരു കുട്ടി അറബി മാഷ്, ആൾക്ക് തറാറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നൂന് പറയാൻ അറിയുകയില്ല. നൂനറിയുമല്ലോ, അവസാനത്തെ നൂന്. അദ്ദേഹം നൂന് പറഞ്ഞാൽ നൂന് എന്നായിപ്പോകും. നൂന് പറഞ്ഞാൽ എന്തായി പോകുന്നത്? നമ്മളെ കാസർഗോഡ് ഭാഗത്തിൽ നൂവാന്ന് പറഞ്ഞാൽ ഈ പിന്നെ വെയിലിന്റെ ഇടയിലെ കൂടി അല്ലെങ്കിൽ ചെറിയ ഗുഹന്റെ ഉള്ളിൽ കൂടി നൂന്നതിനാ നൂവാന്ന് പറയാം. അപ്പൊ നൂന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് എന്തായി പോകും? നൂണ് എന്നായി പോകും. ഇത് പക്ഷേ ഈ അറബി ഭാഷയ്ക്ക് വിവരമുണ്ട്, എനിക്ക് നൂൻ അറിയുകയില്ല, അല്ലെങ്കിൽ നൂണായി പോകും. എനിക്ക് ഉള്ള പ്രശ്നം പോലെ എനിക്ക് മഹ്റജൊക്കെ അറിയും, പക്ഷെ എനിക്ക് ചിലപ്പോൾ കണ്ണേറ് കൊണ്ട് ഞാൻ മഹ്റജ് തെറ്റിപ്പോകും. എനിക്ക് അതൊരു കണ്ണേറ് കൊണ്ട് സംഭവിച്ചാൽ നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യാം. ഞാൻ ഉച്ചരിച്ച അക്ഷരങ്ങളൊക്കെ അത് മാറിപ്പോകുന്നു. അതൊരു പിന്നെ കണ്ണീറിൽ സംഭവിച്ചാണ്. നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യാം. ഞാൻ പറയുന്ന ചില വാക്കുകൾ എനിക്ക് എന്തായാലും വരില്ല. അതാണ് ചിലപ്പോൾ ചോദിക്കുന്നത്, വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ഇനി പുറത്ത് വന്നാൽ തന്നെ അത് മഹ്റജ് തെറ്റി വരും. അതുകൊണ്ട് അങ്ങനെ മൈക്കിൽ വരാത്തത്. നിങ്ങളെല്ലാവരും ഉസ്താദന്മാരൊക്കെ ദ്വാ ചെയ്യണം എന്നൊരു വസിയത്ത് ഇതിൻ്റെ ഇടക്ക് പറയുന്നു. അങ്ങനെ ഈ അറബി ഭാഷനെ അറിയാം ഞാൻ നൂനിനെ നൂണെന്ന് പറയുന്നു. പക്ഷെ ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അവസാനം ഈ നൂൻ കുട്ടിയെ പഠിപ്പിക്കുന്നു. എന്താണ് മാഷ് പഠിപ്പിക്കുന്നത് അറിയാവോ? മക്കളെ, ഞാൻ നൂണിനെ നൂണ് എന്ന് പറയും, നിങ്ങൾ നൂണിനെ നൂണ് എന്ന് പറയണ്ട, നൂണ് എന്ന് പറയണം. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എന്താ മനസ്സിലായെന്നൊക്കെ ഞാൻ പറഞ്ഞത്? മക്കളെ, ഞാൻ നൂണിനെ നൂണെന്ന് പറയും, നിങ്ങൾ നൂണിനെ നൂണെന്ന് പറയണ്ട, നൂണെന്ന് പറയണം. അവസാനം ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നൂണ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ചില സംഭവിച്ചിട്ടുണ്ട്. എന്താ അറിയോ? ചെറുപ്രായത്തിൽ മദ്രസയിൽ ഓക്കെ അങ്ങനെ പിന്നെ പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്? മക്കളെ, ഞാൻ നൂനിനെ നൂണെന്ന് പറയും, നിങ്ങൾ നൂനിനെ നൂണെന്ന് പറയണ്ട, നൂനെന്ന് പറയണമെന്നാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് മഖർജ് അറിയുന്നില്ലെങ്കിൽ കുട്ടികളും ഇങ്ങനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ അവിടെ സുക്കൂനോ ലാമോ എല്ലാം വിട്ടുപോകും. ചില ആൾക്കാർ ഫാത്തിഹ ഭയങ്കര സ്പീഡിൽ ഓതിപ്പോകുന്ന കാണാം. എനിക്കത് എങ്ങനെ ഓതുന്നത് എനിക്കറിയില്ല. ഫാത്തിഹനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാ കിതാബുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാത്തിഹിന്റെ എല്ലാ ആയത്തുകളിലും വഖഫ് ചെയ്യൽ സുന്നത്തുണ്ട്. വഖഫ് കഴിഞ്ഞാൽ വെക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ വെക്കുക. രണ്ടാമത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ വെക്കുക, വഖഫ് ചെയ്യുക. ഇത് ഇന്ന് ചെയ്യുന്നില്ല. അപ്പൊ ചില ആൾക്കാർക്ക് ന്യായമുണ്ട്, ഉസ്താദെ ഞാൻ വഖഫ് ചെയ്യലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. കണ്ടോ? ഇവ ഇങ്ങനെ വെച്ചെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതല്ല വെക്കേണ്ടത് പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഇത് തജ്വീദിന്റെ ക്ലാസ് എടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പിന്നീട് ശ്വാസം വിടുകയും ഓത്ത് നിർത്തുകയും ശ്വാസം വിടുകയും ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയാം. എന്താണ്? രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, ഓത്ത് മുറിക്കണം. രണ്ടാമത്തെ ശ്വാസം വിടുകയും ചെയ്യണം. ഇതാണ് വഖഫ്. അപ്പോൾ ശ്വാസം വിടാത്ത ഓത്ത് നിർത്തുന്നതിന് എന്താ പറയാ? അതിന് സക്കത്താന്നാ പറയാ. ഖുർആനിൽ 4 സ്ഥലത്ത് സക്കത്തയുണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക്? 4 സ്ഥലത്ത് സക്കത്തയുണ്ട്. യാസീൻ മിമ്മർഖദിന ഹാദാ, അവിടെ എന്താ ഓതണം? മിമ്മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ സദഖൽ മുർസലൂൻ എന്ന് ഓതണം. അതുപോലെ കുറെ സ്ഥലത്ത് നിങ്ങൾക്ക് സൂറത്തുൽ കഹ്ഫിൽ ഇബജൻ ഖയ്യിമ തുടങ്ങിയത് ഞാൻ ഈ ആലിമീൽ ഉസ്താദന്മാർ ക്ലാസ് എടുത്ത കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നു. ഞാൻ ക്ലാസ് സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മഖ്റജ് തെറ്റാണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട്
ഈ 5 കാര്യവും ഉടനെ പഠിപ്പിക്കാം. അപ്പൊ കുട്ടിയോട് പറയാ, കുട്ടികളെ അള്ളാഹുവിന്റെ 20 സിഫത്തുകളിൽ നിന്ന് 5 സിഫത്ത് മാത്രമേ പഠിക്കൂ, നിങ്ങൾക്ക് പഠിച്ചൂടെ? അതിന് എത്ര മിനിറ്റ് വേണം ഉസ്താദ്? അത് ഞാൻ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആവേശത്തോടു കൂടി പഠിപ്പിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് എഴുതരുത്? ബോർഡിൽ ഈ 20 അള്ളാഹുവിന്റെ പേരും എഴുതാൻ പാടില്ല, വെറും 5 പേര് മാത്രം എഴുതുക. ഓക്കെ, മക്കളോട് പറയാം, അങ്ങ് പഠിച്ച മക്കളെ എല്ലാം പഠിച്ചല്ലേ, ഞാൻ ഇന്ന് മായ്ച്ചു കളയുന്നേ, ഒന്നുകൂടി മാറൂലല്ലോ എന്നിട്ട് സമ്മതത്തോടു കൂടി ഇത് പഠിച്ചവരൊക്കെ ഒന്ന് കൈവെക്കൂ എന്ന് പറയാം. അവ കുട്ടികളൊക്കെ കൈവെക്കും. മിക്കവാറും ഒരു 90% ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവും, കൈവെക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് മെല്ലെ മായ്ക്കാം. പിന്നീട് അടുത്ത 5 എഴുതുക. ഇങ്ങനെ കുറച്ച് എഴുതിയിട്ടാണ് ചില ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ബാബന ആ ബോർഡ് മുഴുവനും നിറച്ചു എഴുതിയിട്ടുണ്ടാവും. എന്താ ഇസ്മ, എന്താ ഇത് എഴുതിയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഒരു ട്രെയിനിങ് കഴിഞ്ഞ ഒരു മുഫത്തിഷിനോ ഒരു ഉസ്താദന്മാർക്കും അറിയാം ഇതിൽ ഉള്ള ഉസ്താദിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ ട്രെയിനിങ് പോകാത്ത ആള് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഈ ഭാഗത്തേക്ക് എത്തിയതെന്നറിയോ? ഇങ്ങനെ ഈ മുഅല്ലിം മാസിക തുടങ്ങിയത് അന്ന് MA ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് നടത്താനും പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനും വേണ്ടിയാണ് ഈ മുഅല്ലിം മാസിക അന്ന് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് അതിന്റെ ലക്ഷ്യത്തിൽ തന്നെയല്ല. അങ്ങനെ ഒരു മദ്രസ പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങോ ഹിസ്ബോ അല്ലെങ്കിൽ ജിജ്ഞാസയോ അല്ലെങ്കിൽ ജന്മനാ വാസനകളോ അഹംഹമികയോ വസ്തുശേഖരണ വാസനയോ ഒന്നും ഉണ്ടാവുകയില്ല. കിട്ടിയ പോലെ വാളെടുത്തവനെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നടക്കുക. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിനാണ് മുഅല്ലിം മാസിക ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ മുഅല്ലിം മാസിക നമുക്കെതിരായി ഉള്ള ഒരു സർക്കുലറായി തന്നെയാണ് പുറത്ത് വരുന്നത് എന്നുകൂടി ഖേദപൂർവം അറിയിക്കുന്നു. അപ്പോൾ സംഘടനാ രംഗത്ത് മുഅല്ലിം മാസികന്റെ അത്യാവശ്യം പറഞ്ഞു, സുന്നി വോയിസിന്റെ ഗുണങ്ങളും പറഞ്ഞു, പിന്നെ സുന്നി വോയിസിന്റെ വാർത്തകളും ഇന്നത്തെ കാര്യങ്ങളൊക്കെ. ഇന്ന് കനപ്പെട്ട ലേഖനമാണ് സുന്നി വോയിസിലും. അപ്രകാരം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പത്രമാണ് പിന്നെ മാസികയാണ് നമ്മുടെ റിസാല. നല്ല ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ചില കാര്യങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് പ്രഗത്ഭരായ ഉസ്താദന്മാർ ഈ റൂമിലുണ്ട്, അവരൊക്കെ മുന്നിട്ട് വരും എന്ന് ഞാൻ ആശിക്കുന്നു, വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ എത്ര കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു? സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ കാര്യവും, പിന്നീട് വിദ്യാഭ്യാസ ബോർഡും, പിന്നീട് SYS-ഉം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അത്യാവശ്യം ഒരു മുഅല്ലിമിന് ഉണ്ടായിരിക്കേണ്ട നേട്ടം, അദ്ദേഹം എന്ത് അറിഞ്ഞിരിക്കണം? ഒന്ന് മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ജിജ്ഞാസ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ജന്മനാ വാസനകൾ അറിഞ്ഞിരിക്കണം. എത്ര ജന്മനാ വാസനകളുണ്ട്? ട്രെയിനിങ് കഴിഞ്ഞവരോട് ഞാൻ ചോദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് പിൻവലിക്കുകയാണ്. ആ പെട്ടതാണ് ജന്മനാ വാസനയിൽപ്പെട്ടതാണ് ഒന്ന് വസ്തു ശേഖരണ വാസന. എന്താ വസ്തു ശേഖരണ? ചില ആൾക്കാർ ആരും മൈക്കിൽ കണ്ടിന്യൂ ആക്കൂ എന്ന് ടെസ്റ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ജിജ്ഞാസ, അതിന് ഒന്നാമത്തെ തുടങ്ങാമല്ലോ. ജിജ്ഞാസയാണ് ജന്മനാവാസനയിൽ ഒന്നാമത്തത്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്ത്? അത് നാം ചിന്തിക്കണം. ജന്മനത്തിൽ ചില കുട്ടികൾക്ക് ചില വാസനകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജന്മനാ വാസന. ജന്മനാ വാസനയിൽപ്പെട്ട ഒന്നാണ് ജിജ്ഞാസ. ഇതിന്റെ അർത്ഥം അറിയാനുള്ള ആഗ്രഹം എന്നാണ് ജിജ്ഞാസ എന്നതിന്റെ അർത്ഥം. മനസ്സിലായ? എല്ലാവരും അടിക്കുക. ഉറങ്ങാണോ എല്ലാവരും? ഞാൻ മൈക്ക് വിട്ട് സ്ഥലം വിട്ട് ജമാഅത്ത് വാങ്ങി കൊടുത്തിരിക്കുന്നു പോവാണ്. ഒന്നെല്ലാവരും കണ്ടിന്യൂ ആക്കണമെങ്കിൽ കണ്ടിന്യൂ. യോ റഹ്മാൻ അതമ്പരാനെ, ഇനി ആരും PM അടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ട് എന്ന് തോന്നില്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ജിജ്ഞാസയും കൂടി. ഓക്കെ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ്. എന്താണ് ഇത്? ജിജ്ഞാസ ഇല്ലാത്ത ഒരാളുണ്ടാവുകയില്ല. ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. നാം ഒരു കുട്ടിക്ക് ഒരു കാറ് കൊടുക്കുന്നു, ചെറിയ കുട്ടിയാണ്, കണ്ടിന്യൂ ആയിട്ട് കാര്യമില്ല. ഒരു മുഅല്ലിമീങ്ങൾ ആരുണ്ടാ? മുഅല്ലിമീങ്ങൾ ട്രെയിനിങ് ഒന്നും കഴിയാത്ത മുഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ
ഒന്ന് എസ് അടിച്ചാൽ മതി. പേരിൽ അറിയപ്പെടുന്ന ഐഡി ആണെങ്കിൽ അറിയിക്കുകയും വേണ്ട, അവരെ മോശമാക്കണ്ട കേട്ടോ. ഏതെങ്കിലും ഐഡിയിൽ തിരിയാത്ത ഐഡിയിലുണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി കേട്ടോ. ഒരു മിനിറ്റ്. ഉണ്ടോ? ഓക്കെ. ഇനി PM അടിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഉണ്ടല്ലേ? ഇതില് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം എന്നതാണ്. ഞാൻ കുറേ സമയമായി കണ്ടിന്യൂ ആയിട്ട് മൈക്കിൽ തുടർന്ന് അങ്ങനെ സംസാരിക്കലും കൽപ്പൊരു തൊണ്ടക്കൊരു അസുഖമുണ്ട് ശബ്ദത്തിന്, അതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ട്. ഏതായാലും ഇതും കൂടി വിശദീകരിക്കാം. അറിയാനുള്ള ആഗ്രഹം. ഒരു കുട്ടിക്ക് നാം ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയ കുട്ടി, ഞാൻ പറഞ്ഞൊരു പറക്കുന്ന കുട്ടി എന്ന കുട്ടിക്കോളും, ഈ കുട്ടി ഒന്ന് ഇതിനെങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കി ഒന്നുമല്ല ഉരുട്ടി നോക്കും. കുറെ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇതിനെ മുട്ടി കൊണ്ടോ ആമറ് കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ വലിച്ചും മേശക്കോ ടേബിളിനോ ഭൂമിക്കോ അടിക്കുന്നത് കാണാം. എന്നിട്ട് ഇതിനെ പൊളിച്ചിട്ട് നോക്കുന്ന കാണാം. ഇതെന്താണ്? അപ്പൊ ഞാൻ കുട്ടികളെ ചീത്ത പറയുന്നു, നീ ഇന്ന് വാങ്ങിത്തന്ന കാർ തച്ചു പൊളിച്ചില്ലേ എന്ന് പറയും. അത് ഏതെങ്കിലും ഒരു മോശമായൊരു പേരും ആ കുട്ടിയെ വിളിക്കും. ഒരിക്കലും കുട്ടികളെ അങ്ങനെ പറയാൻ പാടില്ല. അത് മറ്റൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കുട്ടികളെ ക്ലാസ്സിൽ പിന്നീട് ഒരു പ്രാവശ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത്. പൊളിച്ചപ്പോ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. മോനെ നീ പൊളിച്ചില്ലേ മോനെ, അൽഹംദുലില്ലാ എന്നല്ല. അതിന്റെ അർത്ഥം എന്റെ കുട്ടിക്ക് ജിജ്ഞാസ എന്നൊരു വാസന അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് കിടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്, അറിയാനുള്ള ആർത്തി കൊണ്ടാണ് ഈ കുട്ടി പൊളിച്ചിരിക്കുന്നത്. ഇത് ഈ കുട്ടിക്ക് ഈ ജിജ്ഞാസ മനസ്സിലുണ്ട്, ജന്മനാളി വാസന ഉണ്ട് എന്നൊരു വേണ്ടിയാണ്. അപ്പൊ കുട്ടികൾ പൊളിക്കുന്നത് എന്തിനാണെന്നറിയോ? ദേഷ്യം വിട്ട് എറിയുന്നതല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ ഈ കുട്ടി ഇത് പൊളിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ അകത്തുള്ള സാധനം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. അതുകൊണ്ട് ജിജ്ഞാസ നാം വളർത്തണം. ജിജ്ഞാസ വളർത്താൻ എന്തൊക്കെ ഒരു അധ്യാപകന് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരേ വിഷയം തന്നെ എടുക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പ് തോന്നും. അടുത്തത് ഞാൻ കയറാം. അഹമഹമിക എന്നൊരു സംഭവമുണ്ട്. അറിയോ അഹമഹമിക? അറിയുന്നവര്? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എല്ലാവരും അടിക്കുക. വാക്കുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ ഒന്ന് അടിക്കി. ജന്മനാവാസനയിൽപ്പെട്ട ഒന്നാണ് അഹമഹമിക. അങ്ങനെ അഹമഹമിക കട്ട്. ഓഹോ, എനിക്കാ കട്ടുണ്ടോ? ഏതായാലും മതിയാക്കാനുമായി. കട്ടുണ്ടെങ്കിൽ വലിയ ഗുണം. നോക്കട്ട്. ഓക്കെ അല്ലേ? അഹമഹമിക. ഓക്കെ. എന്തായി അഹമഹമിക എന്ന് പറഞ്ഞാൽ? മുമ്പുള്ളതിനേക്കാളും പൂർവോപരി ഉയർച്ചയിൽ, വളർച്ചയിൽ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഞാൻ ഒരു കഥ പറയുന്നത് നിങ്ങളെല്ലാവരും ഇത് കേട്ട കഥയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കഥ തുടങ്ങും. ഒരു കാലത്തും അങ്ങനെ തുടങ്ങരുത്. ഒരു ക്ലാസ്സിലോ ഒരു പ്രസംഗത്തിലോ മനസ്സിലായി ഞാൻ പറഞ്ഞത്? തുടങ്ങരുത്. ഞാനൊരു കഥ പറയാണ്, നിങ്ങളെല്ലാവരും പല പ്രാവശ്യം നിങ്ങൾ കേട്ടതാണെന്ന് പറയും. കാരണം അപ്പൊ തന്നെ കുട്ടി നമ്മളെ ശ്രോതാക്കളുടെ ശ്രദ്ധ ഇത് എല്ലാ പഴയ കാലത്ത് കേട്ടതാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞ് ക്ലാസ് തുടങ്ങരുത്. പുതുമ ഉണ്ടാക്കണം. പുതുമ ഉണ്ടാക്കിയിട്ടായിരിക്കണം അത് അവതരിപ്പിക്കേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അല്ലാഹു തആലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ പറയാ, അതൊക്കെ അള്ളാഹുവിന്റെ പേര് അറിയില്ലേ എന്ന് പറയും. അള്ളാഹു, ഇത് നിങ്ങൾ എത്രയോ കേട്ടോ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ പോരാ. എന്നാൽ മക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേറെ പല പേരുകളിലും അള്ളാഹു ഉണ്ട്. അള്ളാഹുവിന്റെ പേരുകൾ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ അലീം, അൽ ഖാബിദ്, അൽ ബാസിത്ത്, അൽ ഖാഫിദ്, അൽ റാഫി, അൽ മുഇസ്, ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഓരോന്നിനും പുതുമ ഉണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിക്കണം. അല്ലാതെ നിങ്ങളെല്ലാം 2ാം ക്ലാസ്സിൽ ഈമാൻ കാര്യം പഠിച്ചല്ലേ? പഠിച്ചില്ലല്ലോ, ഒന്നും കൂടി ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ ഉസ്താദേ
എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്, പുതുമയോടുകൂടി പഠിപ്പിക്കണം. വൽ യുക്കസ്മാലം യുക്കൽ, ഞാൻ പറയാത്തതിന് പറഞ്ഞതായി നിങ്ങൾ എന്താക്കുക, ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് അഹമഹമിക കഴിഞ്ഞു. അടുത്തത് പിന്നീട് വസ്തുശേഖരണ വാസന. എന്താണ് വസ്തുശേഖരണ വാസന എന്ന് പറഞ്ഞാൽ? വസ്തുക്കളെ ശേഖരിച്ച് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതെന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒരു കുട്ടികൾക്ക് ജന്മനാൽ ഉണ്ടാകും. ഇത് എങ്ങനെ? ഒരു 2 or 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അടുത്ത്, ഇപ്പം എല്ലാവരുടെ പിതാക്കന്മാരോ അല്ലെങ്കിലും മക്കളോ മരുമക്കളോ പുള്ളികളോ വേറെ മക്കളുള്ളവരായിരിക്കുമല്ലോ, ആ കുട്ടി കളിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കി, അവിടെ എന്താ ഉണ്ടാവുക? ആ കുട്ടി ചെറിയൊരു പന്തല് പോലെ കെട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഓടോ അല്ലെങ്കിൽ 2 കല്ലോ എടുത്ത് ഒരു റൂം പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കാണാം ഒരു തീപ്പെട്ടി, ഒരു തീപ്പെട്ടിൻ്റെ കാലി, ഇത് ഒരു വീടിൻ്റെ കുറ്റി, കുറച്ച് ചപ്പല്, കുറച്ച് ഇല, ചില സ്പൂണുകൾ പൊളിഞ്ഞതും അല്ലാത്തതും, പിന്നെ വയറിൻ്റെ കഷ്ണം, ഇങ്ങനെ മുഴുവനും അതിൽ കാണാം. കണ്ടിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കറക്റ്റാണോ അല്ലയോ? ചില നാടകൾ, ടൈലർമാർ തുന്നിയ സ്ഥലത്തുള്ള ശീലകൾ, ഇതൊക്കെ അവിടെ കാണുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ടോ? ഇത് എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ശേഖരിക്കുന്നത്? ഈ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുശേഖരണ വാസന എന്നൊരു ഇത് ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഈ കുട്ടികൾക്ക് ജന്മനാൽ വസ്തുശേഖരണ വാസന ഉണ്ടാകും. ഈ വാസന സൂക്ഷിക്കേണ്ടതുണ്ട്. അധ്യാപകന്മാരും രക്ഷിതാക്കളും ഇങ്ങനെ വസ്തുശേഖരണ വാസനയുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ വാസനയുള്ള കുട്ടികൾ ചിലപ്പോൾ കള്ളന്മാരായി വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? കള്ളന്മാരായി വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ കള്ളന്മാരായി വരിക? അടുത്ത വീട്ടിൽ എന്തെങ്കിലും സ്പൂൺ ഉണ്ടെങ്കിലോ, അവിടുത്തെ വീട്ടിലെ കുട്ടികളുടെ എന്തെങ്കിലും കാറുണ്ടെങ്കിലോ, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവന്റെ ഈ ശേഖരണത്തിൽ ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ വേറെ കാണുമ്പോൾ ഇവിടെ ഒരു സ്പൂൺ ഉണ്ടല്ലേ, ഇവിടെ ഒരു ടയർ ഉണ്ടല്ലേ, ഇവിടെ ഒരു ഗിയർ ബോർഡിന്റെ ടയർ ഉണ്ടല്ലേ, ഇതെല്ലാം കൊണ്ടുപോയി അവിടെ വെക്കും. അപ്പോൾ ഈ കുട്ടി ഒരു കള്ളനായി മാറാൻ വഴിയുണ്ട്. അതുകൊണ്ട് വസ്തുശേഖരണ വാസനയുള്ള കുട്ടികളെ കള്ളന്മാരായി മാറാതിരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ അധ്യാപന രംഗത്ത് നമുക്ക് എന്ത് ലഭിക്കും? ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഉള്ള നമുക്ക് അധ്യാപന രംഗത്ത് എന്ത് ലഭിക്കും? നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്താണ്? വസ്തുശേഖരണമുള്ള ആൾക്ക് പഠിപ്പിക്കാം. എങ്ങനെ? പല രീതിയിലും പഠിപ്പിക്കാം. ഒരു കുട്ടികളോട് പറയാ, നിങ്ങൾ പല രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരീൻ. വേണ്ട, ഉദാഹരണം കുറച്ച് ചെരക്കല്ലുകൾ, ചെറിയ ചെറിയ പരക്കല്ലുകൾ എന്ന ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാവില്ല, ചെറിയ ചെറിയ കല്ലുകൾ. ഈ കടപ്പുറത്തെല്ലാം കിട്ടും, നല്ല നല്ല ഭംഗിയുള്ള കല്ല്. ആ പറഞ്ഞു, മക്കളെ ഇതിൽ നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് എനിക്ക് ലാമും കാഫും ആക്കി തരണം എന്ന് പറയാം. എന്ത്? ലാമും കാഫും ഇത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി തരൂ എന്ന് പറയാം. അപ്പൊ എന്നെ പോലത്തെ കുട്ടികളുണ്ടാവും, നല്ല ബുദ്ധിയുള്ള ഷഹീദ് പൂനൂരിനെ പോലെയുള്ള ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല്, ആദ്യം ലാമൽ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലാമുണ്ടാക്കി ഉടനെ തന്നെ വേഗം ഉണ്ടാക്കണമല്ലോ, നമുക്ക് സമയമില്ലല്ലോ, ആകെ 40 മിനിറ്റല്ലേ ഒരു പീരീഡിന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാവില്ല. അതിൽ ഹാജർ വിളിക്കണം, ഉസ്താദന്മാരെ പരീക്ഷ നടത്തണം, പിന്നെ നോക്കിയത്തിന് മാർക്കിടണം എന്ന് ചെയ്യണം. അതൊക്കെ ഒരു കാലത്ത് ഞാൻ പറയാം, നോക്കിയത്തിന് മാർക്കിടുന്നൊരു പരിപാടിയും എല്ലാ മാർക്കിലും 100 മാർക്ക് ഇട്ട് കൊടുക്കുന്ന ഉസ്താദന്മാരെയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഉസ്താദന്മാരെ ട്രെയിനിങ് ചെയ്യുന്ന നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഉസ്താദന്മാരല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടോ, ഇത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഞാൻ ഷഹീദും ഞാനും ഇപ്പം എനിക്കിപ്പോൾ ആ ഐഡിയാണ് കൂടുതൽ. ഷഹീദിനെ എന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ദേഷ്യം പിടിക്കൂല, അതുകൊണ്ട് ഷഹീദിനെ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ള ആലിമ്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ലാമ് ഇങ്ങനെ കല്ലെടുത്തെടുത്തെടുത്ത് വരച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ലാം ഉണ്ടാക്കി. ഉസ്താദേ ലാം എന്താ? ഇതേപോലെ ലാം ആരുണ്ടാക്കി? ഷഹീദും ഉണ്ടാക്കി. ഉസ്താദേ കറക്റ്റ് ആണല്ലേ? ഓക്കെ, ഇനി കാഫ് ഉണ്ടാക്ക് എന്ന് പറഞ്ഞപ്പോൾ
ഞാൻ ഉടനെ എന്ത് ചെയ്തറിയോ, ലാമുണ്ടാക്കിയ ഇതിനെ ഒരൊറ്റ തട്ടല് കൈയോട് എല്ലാം ഇതിനെ മായ്ച്ചു കളഞ്ഞു. ആദിയിലെ ഞാൻ എന്ത് ചെയ്യുന്നു, കാഫ് വരക്കുന്നു. ഒരു 4-5 മിനിറ്റ് എനിക്കത് വേണം. ബുദ്ധിയുള്ള വിദ്യാർത്ഥിയായ ഷഹീദ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തുകയും ബാക്കിയുള്ള കല്ലുകൊണ്ട് ചരിച്ച് അതിന്റെ ലാമിന്റെ മുകളിൽ ഒരു വര ഇട്ട് കൊടുക്കുകയും ചെയ്തു. സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് കാഫ് ബുദ്ധിയുള്ള കുട്ടിക്ക് ഷഹീദിന് ഉണ്ടാക്കാൻ പറ്റി. ഞാൻ അണ്ടിരാമനായി അണ്ടിബോധനായി ഇങ്ങനെ വരക്കുകയാണ്. ഇങ്ങനെ വസ്തുശേഖരണ വാസന, കാഫിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, കാഫിന്റെ കാര്യം പറഞ്ഞു, കാഫല്ല, മനസ്സിലായോ? അപ്പൊ കാഫ് ഇടുന്ന രീതി പറഞ്ഞു. ചില കുട്ടികളോട് കാഫ് വരക്ക, അതൊന്ന് പ്രത്യേകിച്ച് പറയാനുണ്ട്. അത് അക്ഷരം പതിപ്പിക്കുമ്പോൾ ഒരു സംഭവം, ഓരോ അക്ഷരങ്ങൾ അറബിയിൽ എങ്ങനെ എഴുതണം എന്നൊരു നിയമമുണ്ട്. അത് പഠിച്ചിരുന്നു ആരെങ്കിലും? കാഫ് ചില ആൾക്കാരിടും നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ, ഒന്നുകൂടി. നേരെ വലത്ത് ഭാഗത്ത് നിന്ന് താഴോട്ട് ഇടത്തോട്ട് ചരിച്ചൊരു വര, പിന്നെ നേരെ താഴോട്ടൊരു വര, പിന്നെ ഒരു വളക്കൽ, അങ്ങനെ എഴുതും. അങ്ങനെയല്ല കാഫ് എഴുതേണ്ട രീതി. ആദ്യം ലാം ഇടുക, എന്നിട്ട് വലത്ത് ഭാഗത്ത് താഴോട്ട് അല്പം ചരിച്ചൊരു വര ഇടുക. അങ്ങനെയാണ് കാഫ് ഇടേണ്ടത് എന്നതാണ് രീതി. അപ്രകാരം കുട്ടികളാകുമ്പോൾ എന്താ ചെയ്യാന്നറിയനെ, നേരെ ഉൾട്ട എഴുതും. എങ്ങനെയാണ്? ഈ ഇടതുഭാഗത്തിൽ നിന്ന് കുട്ടി തുടങ്ങി വല്ല വളച്ചു വലതുഭാഗത്തെ കൊണ്ടുവന്നു, നേരെ മേൽപോട്ട് വരച്ചു, പിന്നീട് വലത്തോട്ട് വരക്കും. അങ്ങനെ കാഫ് ഉൾട്ട എഴുതും. ഉസ്താദ് കൊണ്ടു കൊടുത്താൽ ഈ കാഫിനും ഉസ്താദ് 100 മാർക്കിട്ട് കൊടുത്തു. നേരെ ഞാൻ പറഞ്ഞ പോലെ ലാമിട്ട് വരഞ്ഞ കുട്ടിക്കും 100 മാർക്കിട്ട് കൊടുത്തു. അതുകൊണ്ട് ഉസ്താദ് ശ്രദ്ധിക്കണം. ഉസ്താദിന്റെ ദൃഷ്ടിയിൽ ഇങ്ങനെ എഴുതിയത് കണ്ടാൽ തന്നെ നമുക്ക് തിരിയാം ഈ കുട്ടിന്റെ കൂർത്ത മുന എവിടെയാ ഉള്ളത്, കാഫിന്റെ തുടക്കത്തിലാണോ ലാസ്റ്റിലാണെന്ന് മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ കുട്ടികളോട് പറയണം, ഒന്ന് കുട്ടി നീ കാഫ് ഏത് മോനെ എന്ന് പറയണം. അപ്പൊ കുട്ടി ഇങ്ങനെ ഇടത്ത് നിന്ന് തുടങ്ങിയിട്ട് വലത്തോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ പറയും, മോനെ അങ്ങനെയല്ല എഴുതേണ്ടത്, ആദ്യം വലത്തും തുടങ്ങിയിട്ട് ഇടത്തോട്ട്, പിന്നെ ഇങ്ങനെ പഠിപ്പിക്കണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആകെത്തുക? ഇപ്രകാരം മീമ് എന്ന സംഭവം എഴുതാറുണ്ട്. ഒരു മീം എല്ലാവരും എടുക്കുക, എല്ലാവരും മീമ് എന്താ റഹ്മാനെ തമ്പുരാനെ, മീമ് അല്ലേ? മീം എഴുതുന്നത് എങ്ങനെയാണ്? കുട്ടികൾ എന്താ എഴുതാറിയോ? ഒരു 0 ഇട്ടിട്ട് ഒരൊറ്റ വര, ഒരു 0 ഇങ്ങനെ ഇട്ടിട്ട് ഒരൊറ്റ വര. അങ്ങനെ ഷെയ്ദ് എഴുതുന്നു അല്ലേ? ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെയല്ലേ? മീം ഇട്ടിട്ട് വര. ഒരു 0 ഇട്ടിട്ട് വരക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം വലത്ത് നിന്ന് മേൽഭാഗത്തെ കൈവച്ച് മെല്ലെ താഴോട്ടിറക്കി ഇടത്തോട്ട് വന്ന് നേരത്തെ തുടങ്ങിയ ആ പോയിന്റിലേക്ക് പേന വെക്കുകയും പിന്നീട് ഒരൊറ്റ ഒരു വര നീണ്ടു വരക്കുകയും വേണം. വന്നിട്ട് വരക്കാൻ പാടില്ല, അവിടെ കൊണ്ടുവെക്കാൻ പാടില്ല, ഒരൊറ്റ ടക്കുന്ന്. അങ്ങനെ ആയാലേ മീം എന്താവുള്ളൂ. ആ സൂചി ഇപ്പൊ നിങ്ങൾ കണ്ടാറ്, ഇക്ബാൽ എടുത്ത കണ്ടാറ് മീമ് ഷഹീദ്, ആ മീമിന് എന്തില്ല, ആ സൂചി ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? സൂചിയില്ല, ഒരു മുറിഞ്ഞ മീം അല്ലെ? ആ മുറിഞ്ഞ മീമല്ല. ഇത് എവിടെ എഴുതണം എന്നറിയോ? അസ്മാവിന്റെ പണിയെടുക്കുമ്പോഴാണ് ഇത് എഴുതേണ്ടത്. ജൽജലൂത്ത് ബൈത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അതിപ്പോ ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. വലിയ ഉസ്താദന്മാരൊക്കെ ഇസ്മിന്റെ പണി അറിയുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ട്, അസ്മാവിന്റെ പണി അറിയുന്നവരും ഉസ്താദന്മാരുണ്ടാവും. അപ്പൊ മീമ് ബാല് മുറിഞ്ഞ മീമ് വരക്കണം കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈ അസ്മാവിന്റെ ഇസ്മിന്റെ ഈ ബട്ട എഴുതുന്നുണ്ടല്ലോ, നമ്മള് ബട്ട എഴുതുന്ന, സാണ എഴുതുന്ന, ബട്ട എഴുതാന്നല്ല പറയാ, സാണ എഴുതാ. അതിൽ ആദ്യം നമ്മൾ ഒരു നക്ഷത്രം വരക്കും, പിന്നെ ഒരു 4 വര വരക്കും, പിന്നെ ഒരു മീം വരക്കും. ആ മീം വരക്കുമ്പോഴൊക്കെ എങ്ങനെ വരക്കേണ്ടത്? പിന്നെ ബാല് മുറിഞ്ഞ മീമാണ് വരക്കേണ്ടത്. മനസ്സിലായ? മാമ് എന്താന്ന് അറിഞ്ഞില്ല, കല്ലാച്ചുസ്താൻ എന്താ അടിച്ചു നിൽക്കാൻ മനസ്സിലായില്ല. പിന്നെ അപ്പോ ബാല് മുറിഞ്ഞ മീമാണ് അസ്മായിൽ എഴുതേണ്ടത്.
അതല്ല, ഇതൊക്കെ ഓരോന്നും അതിൻ്റെ യഥാസ്ഥാനത്താകുമ്പോഴേ അത് 100% ആവുകയും അതിന് പ്രതിഫലം അത് പിന്നെ നാം ഉദ്ദേശിച്ച പ്രതിഫലം ലഭിക്കുകയും ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. അത് ഞാൻ വല്ല അലിമീങ്ങളും അതുമായി പഠിച്ച വിവരമുള്ള ആൾക്കാർ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നമ്മൾ അസ്മായിൽ എഴുതുന്ന മീം പോലെ മീം മുറിഞ്ഞ ബാല് മുറിഞ്ഞ മീം അല്ലാകേണ്ടത്. ഇത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് മീം ഇങ്ങനെ തന്നെ എഴുതിപ്പിക്കണം. ഇപ്രകാരം തന്നെ പല സംഭവങ്ങളും എഴുതാറുണ്ട്, ക്യൂ എന്ന് എഴുതും പോലെ. ഞാനൊരു ക്യൂ ഇംഗ്ലീഷിൽ അടിച്ചു നോക്കട്ടെ. നമ്മളെ സബ്ജക്റ്റ് ഇതല്ല, ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ആക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ക്യൂ അടിച്ചു നോക്കട്ടെ. ഞാൻ അല്ലാഹുമ്മ സല്ലി അലാ, ഇതാ ഇങ്ങനെ എഴുതുന്ന കുട്ടികളുണ്ട്. കണ്ടോ നിങ്ങൾ? ക്യൂ ഞാൻ അടിച്ചു കണ്ടില്ലേ? ഒരു ബട്ടപ്പൂജ ഇട്ട് ഒരു വര, അത് ആവൂല. എവിടെ നിന്ന് തുടങ്ങണം, ഇവിടത്തേക്ക് അവസാനിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ അറബി ഭാഷയിലും പഴയ കാലത്ത് അറബി എഴുത്തുകൾക്ക് പുള്ളികളും ഫതഹ് കസ്റുകളും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഖുർആന് ആദ്യം ഒന്നുണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ, മദ്രസ മുഅല്ലിമീങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആരാണ് ഖുർആന് ഫതഹും ലമ്മും ഇറാബൊക്കെ ഇട്ട് തുടങ്ങിയത്? അവരുടെ കാലത്താണ്. അത് നിർദ്ദേശമാണെന്നൊക്കെ അറിയുന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട്. കുട്ടികൾ ഇടുന്നത് ഒരു പൂജ ഇട്ട് ഒരു വര തുടങ്ങുന്ന ഒരു രീതിയാവുന്നത്. ചില അക്ഷരങ്ങൾ കൈവിട്ട് എഴുതുകയും ചില അക്ഷരങ്ങൾ കൈവിടാതെ കണ്ടിന്യൂ ആയി എഴുതുകയും ചെയ്യേണ്ട അക്ഷരങ്ങളുണ്ട്. എഴുതലുണ്ടല്ലോ. എങ്ങനെയാണ് എഴുതേണ്ടത്? അതിന്റെ യഥാർത്ഥ രീതി എവിടെ നിന്ന് തുടങ്ങേണ്ടത്? അതൊക്കെ ഇൻഷാല്ലാഹ് വലിയൊരു സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞാനതിൽ അറിവില്ലാത്ത ഞാൻ ഭാഗത്ത് കയറുന്നില്ല. ഞാൻ അതിൻ്റെ ഉലമാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും ആ സബ്ജക്റ്റ് ഞാൻ വിടുകയാണ്. അവരെല്ലാം ആ കാര്യം ഇൻഷാല്ലാഹ് നടത്തുന്നതാണ്. അതിനെല്ലാം അപ്പോൾ ഓരോ അക്ഷരങ്ങൾ എഴുതുന്നത് കുട്ടി ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ എഴുത്ത് ബോർഡിൽ എഴുതുമ്പോൾ കുട്ടികളോട് പറയണം, മക്കളെ ഇങ്ങനെയാണ് മീം എഴുതേണ്ടത്, ഇങ്ങനെ കാഫ് എഴുതേണ്ടത്, ഇങ്ങനെ ലാം എഴുതേണ്ടത്. അപ്പൊ വസ്തുശേഖരണ വാസനയാണ് നമ്മൾ പറഞ്ഞു വന്നത്. വസ്തുശേഖരണ വാസന കുട്ടികളടുത്തുള്ള ഓരോ കാര്യം കൊണ്ടും നമ്മൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? നോക്കി എഴുത്തും കേട്ടെഴുത്തും തമ്മിൽ വ്യത്യാസം എന്ത്? അതിന് മാർക്ക് ഇടുന്നതിന്റെ ഇത് എങ്ങനെ? മാർക്ക് ഇന്ന് ഒന്നുമല്ലാതെ ആയിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരെങ്കിലും ഉസ്താദ് ആ ഒരു സംഭവം ഒരു മാർക്കിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിർത്താൻ. മിക്കവാറും 2 മണിക്കൂറോളം ഞാൻ കണ്ടിന്യൂ ആയിട്ട് മൈക്ക് വരുന്നു. ആരും ഉസ്താദന്മാർ ആരുമില്ലേ? ഒന്ന് കൈ ഉയർത്ത ഉസ്താദന്മാരെ. ഞാൻ ഒന്ന് മൈക്ക് വിടട്ടെ. ഒരാളും കൈ ഉയർത്താനില്ലേ? എന്താണത്? ആരും ഇല്ലായിട്ടാണോ? ഫാവും കാഫും അല്ലേ? മാഷാ അല്ലാഹ്. ഓക്കെ. അജി UK ഉള്ളതാ? അജി UK കേൾക്കുന്നുണ്ടാവും. മാഷാ അല്ലാഹ്. എല്ലാരും ഉണ്ടല്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. സബ്ജക്റ്റ് അങ്ങ് മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ഒരു സബ്ജക്റ്റ് അല്ല. ഞാനങ്ങനെ ഒരു സബ്ജക്റ്റായി ക്ലാസ് എടുക്കാറില്ല. അതങ്ങനെ എടുത്താണെങ്കിൽ അത് തന്നെ ആയിപ്പോകുക. അത്ര കഴിവ് എനിക്കില്ല ഒരേ സബ്ജക്റ്റിൽ തന്നെ. അത് നല്ല കഴിവുള്ള പ്രഭാഷകന്മാരും ഉസ്താദന്മാരായിരിക്കണം. ഞാൻ കലക്കസമവാത്തിയായിട്ടുള്ള എല്ലാ ക്ലാസ്സിലും കയറി ചെല്ലുന്നവരായതുകൊണ്ട്. പഴയ കാലത്ത് ഫതഹ് ലമ്മ് പുള്ളി ഒന്നുമില്ല. അപ്പോ ഖുർആനിൽ എന്ന് എഴുതുന്നു. ഞാനൊരു അടിക്കട്ടെ. ഒരാരും മിണ്ടാതിരിക്കും. 1 മിനിറ്റ് ടെസ്റ്റ് അടിക്കല്ലാരും. ഞാനൊരു അടിച്ചു നോക്കട്ടെ. വന്നെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. എന്താ വരുന്നത് നോക്കട്ടെ. മാഷാ അല്ലാഹ്. ഒരു അടിച്ചു, ഒരു കാഫ് അടിച്ചു. കണ്ടോ? ഈ ഫാവും കാഫും പരസ്പരം ചെറിയൊരു വ്യത്യാസം കണ്ടോ നിങ്ങൾ? കണ്ടോ? ഫാവും കാഫും ചെറിയൊരു വ്യത്യാസം കണ്ടോ നിങ്ങൾ? എന്താ വ്യത്യാസം എന്ന് പറയൂ. എന്താ കണ്ടു നടിച്ചെന്ന് മാത്രം പോരാ അല്ലെ? ആ ഫാവും കാഫും അടുത്തടുത്ത് ഇടി. ഡോട്ട്. എനിക്ക് ഡോട്ടാ. അല്ലാഹു ഇറക്കം കൂടുതൽ. മാഷാ അല്ലാഹ്. ബഷീർ ഉസ്താദ് ആയിരിക്കും തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഇറക്കം. അപ്പൊ കാഫ് എഴുതുമ്പോ അല്പം, ഇത് എല്ലാ സ്ഥലത്തും അല്ല കേട്ടോ, അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങളോ ഒറ്റക്ഷരത്തിൽ വരുന്ന അക്ഷരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ എഴുതുമ്പോൾ ഇങ്ങനെ ഇറക്കി എഴുതാറില്ല. കാഫിനാണ് ഇറക്കി എഴുതേണ്ട അക്ഷരം.
അതുകൊണ്ട് പഴയ കാലത്ത് ഫതഹും ലമ്മും സുക്കൂനും പുള്ളിയും ഇല്ലാത്ത അക്ഷരങ്ങൾ വായിക്കാൻ പറ്റിയിരുന്നു. ഇന്ന് എന്നെപ്പോലെ തന്നെ ഏറാബിടാണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല, പിന്നെ പുള്ളിയും കൂടി ഇട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ അത് വേണ്ടതുപോലെ ഞാനും മുഅല്ലിമാണ്, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഒരാൾ 100% മുഅല്ലിമായി മാറുന്നത്. എനിക്കൊരു യാത്രയപ്പുണ്ടായിരുന്നു ഗൾഫിൽ വരുമ്പോൾ. ആ യാത്രയപ്പിൽ പല പ്രമുഖമായ ആൾക്കാരും പങ്കെടുത്തിരുന്നു, വലിയ വലിയ ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിൽ മനഃശാസ്ത്രം അറിയുന്നവരും ട്രെയിനിങ് ഉള്ളവരും എല്ലാം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എം.എ. ഉസ്താദ് പറഞ്ഞൊരു വാക്ക് ഇന്ന് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എം.എ. ഉസ്താദ് പറയുന്നു, പ്രഗത്ഭരായ മുഅല്ലിമീങ്ങളൊക്കെ നമ്മുടെ ഈ മേഖലകളിൽ നിന്നും വിട്ടുമാറി ഗൾഫിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ പോകാൻ കാരണം അവർക്ക് മാന്യമായ വേതനം നമ്മുടെ മാനേജ്മെന്റ് നൽകുന്നില്ല. അവർക്ക് പല പ്രാരാബ്ദങ്ങളും ഉണ്ട്. അതുകൊണ്ട് നാട്ടിൽ ജീവിച്ചാൽ പറ്റാത്തതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? വിദേശത്തേക്ക് ഗൾഫിലേക്ക് കടന്നു കളയുന്നു. അതുകൊണ്ട് അവരെ മാന്യമായ ശമ്പളം കൊടുത്ത് എല്ലാവിധ സഹായങ്ങളും നൽകി ഇവിടെ നിർത്തേണ്ടത് നമ്മുടെ കടമയാകുന്നു എന്ന് എം.എ. ഉസ്താദ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രഗത്ഭരായ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ മുഅല്ലിമുകളൊക്കെ ഗൾഫിലെത്തി കഴിഞ്ഞു പോയി. അതിന്റെ അഭാവം ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അത് ഇനിയും വേറെയും കൂടെ പറയാനുണ്ട്. പക്ഷേ ആ സബ്ജക്റ്റ് ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് നാം ഇന്നെന്താ ചെയ്യുന്നറിയോ? ട്രെയിനിങ് ഉണ്ടോ ഇല്ലയോ? ഇനി നിരുത്സാഹപ്പെടുത്തുകയാണ്. ഞാൻ ഒരു മുഅല്ലിമായി പോകുന്നു ഒരു മദ്രസയിലേക്ക്, അപ്രകാരം ഷഹീദും പോകുന്നു, പിന്നെ ഒരു ഹാരിസ് ഫാദിലി അദ്ദേഹവും പോകുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ 3 പേരും മുഅല്ലിമായി പോകുന്നു. അങ്ങനെ 3 ആളും ഒരു മദ്രസയിൽ കയറുന്നു. കയറിയതിന് ശേഷം എന്തുണ്ട് നിങ്ങൾക്ക്? എനിക്ക് ട്രെയിനിങ് ഹിസ്ബ്, ലോവർ ഹയർ സെക്കൻഡറി ഇൻ സർവീസ് കോഴ്സ് ട്രെയിനിങ് ഹിസ്ബ് ഒക്കെ ഉണ്ട്. ഓക്കെ, ചില മുഅല്ലിമീങ്ങളെ കുറിച്ച് അവിടുത്തെ മാനേജ്മെന്റ് ചോദിക്കുക പോലും ചെയ്യില്ല, കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എല്ലാവർക്കും ശമ്പളം നിശ്ചയിച്ചു. എനിക്ക് 3000, ഷഹീദിന് 3000, ഹാരിസ് ഫാദിലിക്ക് 3000. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ലോവർ ഹയർ സെക്കൻഡറി ഇൻ സർവീസ് കോഴ്സ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ഹാരിസ് ഫാദിലിക്കും ശമ്പളം 3000, ഹിസ്ബും ട്രെയിനിങ്ങും കഴിഞ്ഞ ഷഹീദ് പൂനൂരിനും 3000, ഒന്നും ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത എനക്കും 3000. ഇങ്ങനെ നിശ്ചയിക്കുന്നു. ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ വരുന്ന ഒരാൾക്ക് ഇപ്പോൾ 6000. അല്ലാഹു, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ വിഷയത്തിലും ഇത് ഞാൻ നമ്മുടെ സംഘടനാ രംഗത്ത് സംഭവിക്കുന്ന നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തിന് സംഭവിച്ച നഷ്ടങ്ങളെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. ഇത് നികത്തുമ്പോൾ എന്തോ ട്രെയിനിങ് ഉണ്ട് അവിടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ വകയിൽ ട്രെയിനിങ് ഉണ്ട്. എന്ത് ട്രെയിനിങ്? അവിടെ ഹിസ്ബ് ഉണ്ട്. എന്ത് ഹിസ്ബ്? കാരണം എന്താ? ഹിസ്ബ് ഉള്ളവനും ട്രെയിനിങ് ഉള്ളവനും ശമ്പളം മാനേജ്മെന്റ് രൂപ നൽകുന്നു. അത് പറ്റുകയില്ല. ഇതിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് കപ്പാസിറ്റി, അതിന്റെ അദ്ദേഹത്തിനുള്ള കഴിവുകളനുസരിച്ച് ശമ്പളം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി മാനേജ്മെന്റുള്ള ആരെങ്കിലും സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ശമ്പളം നോക്കിയിട്ടല്ല ജോലി ചെയ്യേണ്ടത്. നാം ഒരു ട്രെയിനിങ്ങിന് കോഴ്സും ചേരുകയാണെങ്കിൽ എനിക്ക് ശമ്പളം ഇത്രയേ കിട്ടുള്ളൂ എന്നല്ല, പലതും പഠിക്കാനുണ്ട്. എല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഇമാം ഖസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞതായി തോന്നുന്നു എനിക്ക്, ചെരുപ്പ് പൊട്ടിയാൽ അത് തുന്നാൻ പോലും അവനവൻ പഠിക്കണം, മറ്റവനെ കൊണ്ട് തുന്നിപ്പിക്കേണ്ടെന്ന്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് ചെരുപ്പ് കുത്തിന്റെ പണിയും കൂടി പഠിക്കുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഇസ്ലാമിൽ 2ാം സ്ഥാനമുള്ള ജോലി വേറെയാണ്. എല്ലാ ജോലിയും നാം പൊതുവെ കാണുന്ന എല്ലാ ജോലിയും 2ാം സ്ഥാനത്തല്ല ഇസ്ലാമിൽ. അതുകൂടി നാം പതിവിനോദിയവർക്കെല്ലാം അറിയും. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞതിന്റെ തുക ഈ ക്ലാസുകൾ, വസ്തുശേഖരണ വാസയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ചില
ജന്മന വാസനകളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞതിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ആരും ഉസ്താദുമാരും ഇല്ലേ? ഉള്ളതെന്ന് കൈപൊക്കിയെല്ലാരും. ആരും മൈക്കിൽ വരുന്നല്ലേ? അല്ല പിന്നെ നമ്മുടെ കീശേരി ഉസ്താദ് റെക്കോർഡ് വെക്കാൻ പറയാം. എന്ത് ചെയ്യണം? കീശേരി ഉസ്താദ് റെക്കോർഡ് വെക്കണോ? ആരും ഉസ്താദന്മാരെ മൈക്ക് വരുന്നു? ആരുമില്ല അല്ലേ? മനസ്സിലായോ? ഇനിയും കണ്ടിന്യൂ ആക്കാൻ പറ്റില്ല. ഇനിയൊരു ബാക്കി സയ്യിദ് പൂനൂർ പറയും. ഏതായാലും മൈക്കിൽ സയ്യിദ് പൂനൂർ വരും. ഞാൻ ഏതായാലും ആ ബാക്കി പറയുന്നില്ല. ഇനിയും ചില വാക്കുകൾ ഉണ്ട്. കലഹപ്രിയത്വം തുടങ്ങിയ കുറെ ജന്മനാ വാസനകളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലാവാം. ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞതിൻ്റെ തുടക്കം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രവർത്തനവും പിന്നീട് അതിൻ്റെ ഉലമാക്കന്മാർ ഇരുന്ന് ഉണ്ടാക്കിയ സുന്നി വനസംഘവും അതുപോലെ വിദ്യാഭ്യാസ ബോർഡും സുന്നി വനസംഘവും ഒക്കെയാണ്. അതിൻ്റെ എല്ലാ ആ ആലിമീങ്ങളുടെ ദീർഘദൃഷ്ടി കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാം സംഘടനാ രംഗത്ത് ഇത്രയും ഉയർച്ചയിൽ ദീനീ രംഗത്തും മറ്റും ഈ രംഗത്ത് നാം ഇത്രയും വിജയത്തിൽ എത്തിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഉണ്ടായിരുന്നത് നമ്മുടെ മഹാനായ എം.എ. ഉസ്താദാകുന്നു. എം.എ. ഉസ്താദ് സുഖമില്ലാതെ ആഫിയത്ത് കുറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല ഉസ്താദിന് നല്ല ആഫിയത്തും നല്ല ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് എല്ലാവരും ഇപ്പോഴല്ല എന്നും ദുആ എം.എ. ഉസ്താദിന് വേണ്ടി ചെയ്യണം. എം.എ. ഉസ്താദിന് ആർക്കും അറിഞ്ഞിട്ടില്ല എന്നതാണ് ശരി. ഞാൻ 10 വർഷക്കാലം എം.എ. ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എം.എ. ഉസ്താദിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം എന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം തഖ്വയുള്ള ഒരു വലിയൊരു പണ്ഡിതനാണ്. ഒരു ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, 40 വയസ്സ് ആകെ മൂപ്പർ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മൂപ്പർക്ക് നിക്കാഹ് പോലും കഴിക്കാൻ വിട്ടുപോയ ഒരു മഹാനാണ്. അപ്രകാരമല്ല അല്ലാഹു തആല എത്രയോ ദീർഘായുസ് നൽകിയ ഒരു മഹാപണ്ഡിതനാണ് മഹാനായ നബവി ഇമാം തങ്ങൾ. അതല്ലേ നമ്മൾ പഴയ കാലത്ത് 1-ാം ദർസ് 2-ാം ദർസിലൊക്കെ ദർസില്ല. പഴയ കാലത്ത് അന്ന് ഒരു ദർസിൽ ഒരു ബൈത്ത് ചെല്ലാറുണ്ട്. എനിക്ക് ആ ബൈത്ത് അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കുക. യാ റബ്ബി ലാ തുഅ്തിനാ കസിലം വലാ ലജ്റ എന്തത്തിലാബി ഉലു. അതിനപ്പുറം എങ്ങനെയാണ്? അങ്ങനെ അടിക്കുക എല്ലാവരും. അതില് ആ ബൈത്തിൽ പറയുന്നുണ്ട് നവ്വറത ഖൽബഹി മാ മിൻ നാസി എന്ന് പറയുന്നുണ്ട്. നബവി ഇമാം തങ്ങളുടെ ഇത് താ അല്ലാഹുവേ എന്ന് എന്ത് അറിയാത്ത ആള് പാടുന്നു. അറിയാത്ത ഞാൻ തന്നെയാണ് പറയുന്നത്. ശരി, ഞാൻ അറിയില്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പാട്ടുകാരനൊന്നല്ല. മണിക്കൂർ എന്തെന്ന് എനിക്കൊന്നും വായിക്കാറില്ല പറയും. ഓക്കെ, അറിയാം, എല്ലാവർക്കും അറിയാം. ഈ ബൈത്തൊക്കെ ഇന്ന് പള്ളി ദർസിലൊക്കെ ചെല്ലാറുണ്ട്. വലിയ വലിയ ഫായതയുള്ളൊരു ബൈത്താണ്. 1-ാം ദർസിൽ ഇരുന്നതിന് വലിയ കഴിവുണ്ട്. അതുകൊണ്ട് നബിമാങ്ങളുടെ ബർക്കത്തും കൂടി നമ്മൾ 1-ാം ദർസിൽ ദ്വാരക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഈ ബൈത്തിൽ അതിൻ്റെ ഉത്സാരം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള എം.എ. ഉസ്താദ് മൂപ്പറ വിരുദുകളാവട്ടെ ഒന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പഴയ കാലത്ത് എന്താണ് എം.എ. ഉസ്താദ് പഴയ കാലത്ത് ബസ്സിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ കയ്യിൽ ദലായിലുൽ ഖൈറാത്ത് എന്നൊരു കിതാബുണ്ട്. അറിയോ എല്ലാവർക്കും? ദലായിലുൽ ഖൈറാത്ത് എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരാരും ഉണ്ടാവില്ല. എല്ലാ ഉസ്താദന്മാരും ഞാൻ വെച്ച് ബാക്കി എല്ലാവരും ചെല്ലുന്നവരായിരിക്കും. ദലായിലുൽ ഖൈറാത്ത് അതിൽ കക്കടിപ്പുറം ഷെയ്ഖിന്റെ ഇജാസത്തോടു കൂടി അച്ചടിക്കപ്പെട്ട ഒരു കിതാബും വിപണിയിൽ ഉണ്ടായിരുന്നു. കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അച്ചടി അത് നിർത്തി. പിന്നീട് കയ്യെഴുത്ത് കോപ്പികളായി കുറേ ഉസ്താദന്മാർ വഴിക്ക് വഴി എഴുതിയിരുന്നു. ഇപ്പോൾ ഒരിക്കൽ പ്രാവശ്യം ഒരു 10-25 വർഷം 30 വർഷം മുമ്പ് എന്തോ ഒരു പ്രിന്റ് തുടങ്ങിയിരുന്നു. ഇപ്പോഴേ ഉള്ളവരുണ്ട്. അതിലൊക്കെ അതിന്റെ വിശദീകരണവും ഷറഹൊക്കെ ഉള്ളതുണ്ട്. കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ ദലാൽ ഖൈറാത്ത്. അത് എം.എ. ഉസ്താദ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മൂപ്പര് ബസ്സിലിരുന്നാൽ ഒരു തട്ടം, ഒരു സാല്, അല്ലെങ്കിൽ എന്താണ് പറയാ, ഒരു ടർക്കി ഉസ്താദ് ഇങ്ങനെ തലയും ചുമലും മറച്ചിട്ട് ഈ ദലാൽ ഖൈറാത്ത് ചൊല്ലി തീർക്കും ഉസ്താദിന്റെ യാത്രയിൽ. ഉസ്താദിന്റെ യാത്രയിൽ പോലും
ഉസ്താദ് സമയം നഷ്ടപ്പെടുത്താത്തൊരു മഹാനാണ് MA ഉസ്താദ് എന്ന് അറിയാത്ത ചിലർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ധരിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ളവരെ ഹക്ക് ജാവ് ബർക്കത്തിലും രണ്ടാ വീട്ടിലും അല്ലാഹു തആല നാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ കുറേ സമയമായി ഇത്രയും ഞാൻ മൈക്കിൽ തുടരില്ല. ഇന്നലെയും ക്ലാസ് എടുത്തു, മിഞ്ഞാന്നും എടുത്തു. ആരും ഈ സമയത്ത് നിങ്ങളുടെ ഒരു അപേക്ഷ, ഉസ്താദന്മാരുടെ അപേക്ഷ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ